Hello students, today I am very happy. എന്താ റീസൺ അറിയോ? നിങ്ങൾ പറയൂ, എന്താ റീസൺ? നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോടും നോൺ ടീച്ചിങ് സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ബാച്ച് എങ്ങനെയുണ്ട്, നല്ലതാണോ, നല്ല കുട്ടികളാണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും ഒരുമിച്ച് പറയണു നിങ്ങൾ നല്ല കുട്ടികളാണെന്ന്. നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അക്കാഡമിക്സ് ആണ് കേട്ടോ. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ല്, അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോംപ്റ്റ് റെസ്പോൺസ്, നല്ല കുട്ടികളാണെന്ന് പറയുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻ. നല്ലത് പറയിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഹാപ്പി? ആ നല്ല കുട്ടികളെയാണല്ലോ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത ചാപ്റ്റർ ഏതാ? യൂണിറ്റ്സ് ഡയമെൻഷൻ കഴിഞ്ഞു, വൺ ഡയമെൻഷനും കഴിഞ്ഞു അല്ലേ. രണ്ടും ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററുകളാണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ചാപ്റ്റർ അല്ലേ. അതിലെ കുറേ കാര്യങ്ങൾ നമുക്കിതാ നമ്മുടെ പുതിയ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതാ പഠിപ്പിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോർ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ആരാന്ന് പറഞ്ഞില്ല അല്ലേ. ഞാൻ സുരേഷ് കുമാർ, ഋജുവൻ PSK ക്ലാസ്സസിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം ഫിസിക്സ് പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു ടീച്ചറുമാണ് കേട്ടോ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യണം. ക്ലാസ് ടീച്ചർ മുഖേനയോ ടീച്ചേഴ്സിലൂടെയോ നമ്മളടുത്ത് വരണം കേട്ടോ. കാരണം നമ്മൾ നല്ല സിങ്ക് ചെയ്ത് നിന്നാലേ നമുക്ക് ബെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അക്കാഡമിക്സ് ആയാലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ആയാലും, അതുപോലെ ഇനി നിങ്ങൾക്ക് വേറെ എന്താണ് ആവശ്യം, ഹയർ ലെവൽ കാര്യങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകണം കേട്ടോ. ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. യെസ്, വൺ ഡയമെൻഷണൽ മോഷൻ ഫിനിഷ് ചെയ്തു, ടു ഡയമെൻഷണൽ മോഷനോട്ട് പോകുന്നു. ഈ രണ്ട് ചാപ്റ്ററും കൂടെ ഒരുമിച്ച് നമ്മൾ പറയുക കൈനമാറ്റിക്സ് എന്നാണ് പറയുക. NCERT ബുക്കിൽ രണ്ട് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സാണ് 1D 2D. ഈ 2D ആണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ദെൻ വൺ ഡയമെൻഷനിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് പോവാം, ജസ്റ്റ് ഒന്ന് പോവാം. നിങ്ങൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടിട്ടില്ലേ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഞാനിവിടെ X എന്നും ഇവിടെ Y എന്നും മാർക്ക് ചെയ്തു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം സെറ്റ് കൂടെ ഉണ്ട്, നമുക്കത് കുറച്ച് കഴിഞ്ഞ് വരയ്ക്കാം. ഞാൻ വൺ ഡയമെൻഷണൽ മോഷനിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയൂ വൺ ഡയമെൻഷണൽ മോഷന്. എക്സാമ്പിൾ ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. യെസ്, എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് റിട്ടേൺസ് ബാക്ക് ടു ദ ത്രോവേഴ്സ് ഹാൻഡ്. ശരിയാ, വൺ ഡയമെൻഷനിൽ പോയി തിരിച്ചു വന്നു അല്ലേ. അതുപോലെ ദ മൂവ്മെൻറ്റ് ഓഫ് ദ നീഡിൽ ഓഫ് സ്വിമ്മിങ് മെഷീൻ ഒക്കെ ശരിയല്ലേ. ഓക്കെ, ഇപ്പോൾ നോക്കാം. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ്, ഒരു ഓബ്ജക്റ്റ് ഇയാൾ മൂവ് ചെയ്യണം. ആദ്യം ഇവിടെ ഇരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇവിടെ എത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇവിടെ എത്തി, മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണല്ലോ നമ്മൾ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. Y കോർഡിനേറ്റ് നോക്കൂ, ഇവിടെ ഇരിക്കുമ്പോഴും ഈ പൊസിഷനിലും ഈ തേർഡ് പൊസിഷൻ എടുത്ത് അവിടെ എല്ലാം Y കോർഡിനേറ്റ്, ഈ ലെങ്ത് സെയിം അല്ലേ. എന്നാൽ X കോർഡിനേറ്റ് സെയിം ആണോ? അല്ല. X1 X2 X3 മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് ഈ ലെങ്ത്ത് X1 എന്ന് വിചാരിച്ചോളൂ, ഈ ലെങ്ത്ത് നിങ്ങൾ X2 എന്ന് വിചാരിച്ചോളൂ, ഈ ലെങ്ത്ത് നിങ്ങൾ X3 എന്ന് വിചാരിച്ചോളൂ. റൈറ്റ്. ഇപ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, രണ്ട് കോർഡിനേറ്റ് ഉണ്ട്, Xഉം Yഉം. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ചെയ്താൽ അതിനല്ലേ നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഹിയർ നോക്കൂ, Y റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഓൺലി X ചേഞ്ചസ്. സേ X1 X2 X3 അങ്ങനെ മാറി 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 പോകുന്നു. അപ്പോൾ ബോഡി സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൂന്ന് കോർഡിനേറ്റ്സ് ആണ്, Xഉം Yഉം Zഉം, നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിലെ Yഉം Zഉം കോൺസ്റ്റൻ്റായി നിന്ന് X മാത്രം ചേഞ്ച് ആയാൽ അതിനെ നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. ദെൻ നമ്മൾ ഇനി ടു ഡയമെൻഷനിലോട്ട് പോകുന്നു. ടു ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് അതാണ് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കൂ, മോഷൻ ഇൻ എ പ്ലെയിൻ. നോക്കൂ, X അതുപോലെ Y, ബോഡി മൂവ് ചെയ്യുന്നു. ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോഴുള്ള ഇഷ്യൂ എന്താ നോക്കൂ നിങ്ങൾ. ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിച്ചു? Y1, ഈ പോയിന്റിലെത്തിയപ്പോൾ അത് Y2, ഈ പോയിന്റിലെത്തിയപ്പോൾ Y3, അങ്ങനെ മാറുക. ഇതാ കണ്ടോ, ഇവിടെ X1, ഇത് കണ്ടോ X2,
ഇത് കണ്ടോ x3. അതായത് ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയം രണ്ട് കോർഡിനേറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സും മാറുന്നു, വൈയും മാറുന്നു. 3 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈയും സെഡും. അതിലെ എക്സും വൈയും മാറുന്നു, ഒരുമിച്ച് മാറുന്നു. സെഡ് കോൺസ്റ്റൻറ്റ്. തിരിച്ചു പോവാട്ടോ. അതായത് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വൈയും സെഡും മാറിയാലും മതി. ഓക്കെ, വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സും സെഡും മാറിയാലും മതി. നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ, ഒരേ സമയം രണ്ട് കോർഡിനേറ്റ് ചേഞ്ച് ആവുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോഷൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല. പകരം നമ്മൾ പറയും മോഷനിനെ പ്ലെയിൻ. ഓക്കെ, അതായത് 2 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഇൻ 2 ഡയമെൻഷണൽ മോഷൻ ഔട്ട് ഓഫ് 3 കോർഡിനേറ്റ് 2 വിൽ ചേഞ്ച്. 2 മീൻസ് in xyz if you keep z constant x and y changes. This is 2 dimensional motion. എക്സാമ്പിൾ പറയും. 2 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ഏതാ? 2 ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ NCERT ബുക്കിൽ തന്നെ ഉണ്ട്. പ്രൊജക്ടൈൽ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ. പ്രൊജക്ടൈൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എ ബോഡി ത്രോൺ with some initial velocity move under the action of gravity alone without being propelled by engine or fuel. നമ്മുടെ ഷോട്ട് പുട്ട്, ജാവലിൻ, അതെല്ലാം 2 ഡയമെൻഷണൽ മോഷനുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സർക്കുലാർ മോഷൻ 2 എക്സാമ്പിളാണ് NCERT ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. മെയിൻലി 2 എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രൊജക്ടൈൽ മോഷൻ, സെക്കൻഡ് വൺ സർക്കുലാർ മോഷൻ. ഓക്കെ, ദെൻ ഞാൻ പ്ലെയിനിനെ കുറിച്ചൊരു ഐഡിയ ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കും, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് എക്സ്, ഇത് വൈ. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ് ആരുണ്ട്? സെഡ് ഉണ്ട്. അതായത് ടുവേർഡ്സ് യു സെഡ്, പോസിറ്റീവ് സെഡ്. എക്സും വൈയും സെഡും നിങ്ങൾക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. എക്സും വൈയും സെഡും മസ്റ്റ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. എക്സും വൈയും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. വൈയും സെഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എക്സും സെഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ചോദിക്കാം, ഞാൻ ഇവിടെ എക്സ് മാർക്ക് ചെയ്തു, ഇവിടെ വൈ മാർക്ക് ചെയ്തു. ഈ ബോർഡ് ഏത് പ്ലെയിനിലാണ്? ബോർഡിൻ്റെ പ്ലെയിൻ ഇറ്റ് ഈസ് എക്സ് വൈ പ്ലെയിൻ. സി, എക്സ് വൈ, ഈ പ്ലെയിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ ബോർഡിൻ്റെ പ്ലെയിനെ പറയുന്ന പേരാണ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, അപ്പം എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ വാൾ ഓപ്പോസിറ്റ് മീ, നേരെ ഓപ്പോസിറ്റ്, ഓർ ഈ ബോർഡിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന ആ വാളില്ലേ, ആ വാൾ ഏത് പ്ലെയിനാണ്? ഇറ്റ്സ് അഗെയിൻ എക്സ് വൈ പ്ലെയിൻ. അതായത് ഈ പ്ലെയിനിന് പാരലായി വരുന്ന ഏത് പ്ലെയിനും എന്തായിരിക്കും? എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും. നമ്മളിത് എക്സ് വൈ എന്ന് ചൂസ് ചെയ്തത് കൊണ്ട് ഇതുമായി പാരലായി വരുന്ന ഏത് പ്ലെയിൻ എടുത്താലും അത് എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ നടക്കുന്ന ഈ ഫ്ലോർ ഉണ്ടല്ലോ, അതേത് പ്ലെയിനാണ്? ഇറ്റ്സ് എ പ്ലെയിൻ ഫ്ലോർ. അതേത് പ്ലെയിനാണ്? നിങ്ങൾ പറ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എക്സ് അല്ലേ, ഇത് വൈ അല്ലേ, ഇങ്ങോട്ടല്ലേ സെഡ്, പുറത്തോട്ടല്ലേ സെഡ്. ഇപ്പം ഞാൻ താഴേക്ക് വരികയാണെങ്കിൽ അങ്ങോട്ട് എക്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് സെഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് അങ്ങോട്ട് സെഡ് അങ്ങോട്ടായാൽ ഞാൻ നിൽക്കുന്ന ഈ പ്ലെയിൻ ഏതാ? മീൻസ് ഫ്ലോർ. ഇറ്റ് ഈസ് എക്സ് സെഡ് പ്ലെയിൻ. എക്സ് സെഡ് പ്ലെയിൻ. നോക്കൂ, വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ, ഇതാണ് എക്സ് സെഡ് പ്ലെയിൻ. എക്സ് ഇങ്ങോട്ട്, സെഡ് പുറത്തോട്ട്. അങ്ങനെ ഇതാണ് ഏത് പ്ലെയിൻ? എക്സ് സെഡ് പ്ലെയിൻ. അപ്പോൾ ഈ ഫ്ലോറും എക്സ് സെഡ് പ്ലെയിൻ ആണ്, നമ്മുടെ മുകൾ ഭാഗവും എക്സ് സെഡ് പ്ലെയിൻ ആണ്. ക്ലിയർ ആയോ? ഞാൻ നടക്കുന്ന ഈ ഫ്ലോറും അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ റൂഫും ഏത് പ്ലെയിനാണ്? എക്സ് വൈ പ്ലെയിൻ ആണ്. നമ്മുടെ ആകാശം ഏത് എക്സ് പ്ലെയിൻ ആയിരിക്കും? അപ്പോൾ സ്കൈ. ഇങ്ങനെ എടുത്താൽ ഇത് എക്സും ഇത് സെഡുമാക്കി എടുത്താൽ നമ്മുടെ സ്കൈ എക്സ് സെഡ് പ്ലെയിനാ. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കാം, ഈ റൈറ്റ് സൈഡിൽ ഈ വാൾ, ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ റൈറ്റ് സൈഡ് വാൾ, അതേത് പ്ലെയിനാണ്? നിങ്ങൾ പറയും. ഇത് വൈ ആണ്. ഓക്കെ, പുറത്തോട്ട് സെഡ് ഉണ്ട്. അപ്പോൾ നോക്കൂ, വൈ സെഡ്. അപ്പോൾ ഈ പ്ലെയിൻ ഏത് പ്ലെയിനാണ്? വൈ സെഡ് പ്ലെയിൻ. ഈ സൈഡ് വൈ സെഡ് പ്ലെയിൻ. അപ്പോൾ ഈ സൈഡോ? അതും വൈ സെഡ് പ്ലെയിൻ. എന്താ കാരണം? ഇത് രണ്ടും പാരലൽ അല്ലേ? അപ്പോൾ ഇത് വൈ സെഡ് പ്ലെയിൻ ആയതുകൊണ്ട് ഇതും വൈ സെഡ് പ്ലെയിൻ ആണ്. ഇനി ഒന്ന് പറയൂ. ബോർഡ് എക്സ് വൈ പ്ലെയിൻ, ഓപ്പോസിറ്റ് വാൾ എക്സ് വൈ പ്ലെയിൻ, റൂഫ് കമോൺ എക്സ് സെഡ് പ്ലെയിൻ, ബോട്ടം എക്സ് സെഡ് പ്ലെയിൻ, റൈറ്റ് വാൾ വൈ സെഡ് പ്ലെയിൻ, ലെഫ്റ്റ് വാൾ വൈ സെഡ് പ്ലെയിൻ. ഓക്കെ, ഇനി എന്താണ്
ഈ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ മോഷൻ ഇൻ എ പ്ലെയിനിൽ ബോഡി മൂവ് ചെയ്യുമ്പോൾ എല്ലാ പ്ലെയിനിലും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യരുത്. ഏതെങ്കിലും ഒരു പ്ലെയിൻ, സേ എക്സ് വൈ പ്ലെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നു, നോക്കൂ, എക്സും മാറുന്നു വൈയും മാറുന്നു, എക്സ് മാറി വൈ മാറി. അപ്പോൾ ഒരേ സമയം 3 കോർഡിനേറ്റിൽ 2 എണ്ണം ചേഞ്ച് ആയാൽ അതിന് പറയുന്ന പേരാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇതിലൊരു ഇഷ്യൂ എന്താ പറയുക നിങ്ങൾക്ക്? ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. സേ മുകളിലോട്ടുള്ളത് പോസിറ്റീവ് ആക്കി എടുത്താൽ താഴേക്കുള്ളത് നെഗറ്റീവ് ആക്കി എടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 1 ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ കോൺസെപ്റ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നോ മാറ്റർ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു പ്ലെയിൻ അസ്യൂം ചെയ്തു, എക്സ് വൈ പ്ലെയിൻ, എന്നിട്ട് ബോഡി എന്ത് ചെയ്തു? ബോഡി ഇതാ ഇങ്ങനെ പോയി. ഇങ്ങനെ പോയാൽ എന്താ പ്രശ്നം? ഒരേ സമയത്ത് എക്സും മാറും ഐയും മാറും. അങ്ങനെയാണെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫിസിക്കൽ ക്വാണ്ടിറ്റി വെലോസിറ്റി ആണെന്ന് വിചാരിച്ചോളൂ. ആ വെലോസിറ്റിനെയൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും, മുറിക്കേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് കുറേ മാത്തമാറ്റിക്കൽ ടൂൾസ് വേണം. ആ മാത്തമാറ്റിക്കൽ ടൂളാണ് നിങ്ങൾ പഠിക്കാൻ പോണ വെക്ടേഴ്സ്, സ്കേലാർ ആൻഡ് വെക്ടർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്കേലാർസ്, വെക്ടേഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ബ്രീഫായിട്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, യെസ്, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ടോപ്പിക്സ്. ഫസ്റ്റ് വൺ, സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. നിങ്ങൾക്കറിയാം, ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഓൺലി ഈസ് കാൾഡ് സ്കേലാർ. ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കാൾഡ് വെക്ടേഴ്സ്. ഇപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ അവെയർ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് വെക്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ടൂൾ ടു അനലൈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കേട്ടോ. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നെ പഠിക്കുന്നത് വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡിനറി ആൾജിബ്ര പറ്റില്ല. 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം 7 കിലോഗ്രാം നമ്മളങ്ങനെ ആഡ് ചെയ്യാറില്ല. ആ ആൾജിബ്ര പറ്റില്ല. സം പ്രൊസീജിയേഴ്സ് ആർ ദർ. നിങ്ങൾ കേട്ട് കാണും, 2 വെക്ടറുകളെ ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ മെത്തേഡ്, അതുപോലെ പാരലോഗ്രാം മെത്തേഡ്, പോളിഗൺ മെത്തേഡ്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കും കേട്ടോ. ദെൻ സബ്ട്രാക്ഷൻ. അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് സബ്ട്രാക്ഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, പുതുതായിട്ടൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ. വെക്ടറിനെ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വർക്ക്, പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ വെക്ടറിനെ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കേലാറും വരാം, വെക്ടറും വരാം. സ്കേലാർ വന്നാൽ അതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും, വെക്ടറാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയും. അതും നിങ്ങളെ പഠിപ്പിക്കും. ദെൻ അഡീഷൻ അവിടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അഡീഷൻ കൊടുക്കാത്ത അറിയോ? വെക്ടറുകളെ അഡീഷൻ അല്ല, എന്ത് കൊടുത്തിട്ടില്ല? ഡിവിഷൻ കൊടുത്തിട്ടില്ല. അഡീഷൻ കൊടുത്തിട്ടുണ്ട്, അതാ കണ്ടോ, ഡിവിഷൻ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഡിവിഷൻ കൊടുക്കാത്തത്? പഠിക്കാനില്ല എന്നിട്ടാ? അല്ല, കാരണം വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു ഓപ്പൺ ചാൻസാണ്. നിങ്ങൾ വേണമെങ്കിൽ വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ഉണ്ടാക്കുക. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ISI അതുപോലെ CMI അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഹയർ ലെവൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങളൊരു പ്രൊസീജിയർ കണ്ടുപിടിക്കും, ഫേമസ് ആവും നിങ്ങൾ. ദെൻ അത് പോയി. അപ്പോൾ വെക്ടർ ബൈ വെക്ടർ പോസിബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ പഠിപ്പിക്കാത്തത് കേട്ടോ. ദെൻ നമ്മൾ വെക്ടർ അഡീഷനിലേക്ക് വരുമ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ്, കുറച്ച് ട്രിഗണോമെട്രിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ അനലിറ്റിക്കൽ മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ. പക്ഷേ അത് നിങ്ങളെ ഓൾറെഡി മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനി പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. ആവശ്യമുള്ള ട്രിഗണോമെട്രി ഞാൻ പഠിപ്പിക്കും. അയ്യോ മാത്തമാറ്റിക്സ് അറിയില്ലല്ലോ വിചാരിച്ച് ഡോണ്ട് വറി, ഞാൻ പഠിപ്പിക്കും കേട്ടോ, ഡോണ്ട് വറി. ദെൻ മോഷൻ ഇൻ എ പ്ലെയിൻ, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ടൂൾസാണ് നമ്മൾ ഈ പറഞ്ഞതല്ല. ദെൻ നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ VC = U+AT, SC = UT + ½ AT², അതുപോലെ V² = U² + 2AS, ആ ഇക്വേഷൻസ് ഒക്കെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ ആക്സലറേഷൻ ഉണ്ടല്ലോ, ആക്സലറേഷൻ അത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഈ ചാപ്റ്ററിലും അതെ, നമ്മൾ കോൺസ്റ്റൻ്റ് ആക്സലറേഷനുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, വാരിയബിൾ ആക്സലറേഷൻ പോസിബിൾ ആണോ? യെസ്, ഉറപ്പായിട്ട് പോസിബിൾ ആണ്. പക്ഷേ അത് നമ്മൾ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല.
നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസാണ് നമ്മൾ നടത്തുന്നത്. ദെൻ ഇത് രണ്ടും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു. എന്താ അത്? ഇവർ രണ്ടുപേരും ആരാ? പ്രൊജക്ടൈൽ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. ദീസ് ആർ ദ 2 എക്സാമ്പിൾസ് ഫോർ 2-dimensional മോഷൻ. NCERT ബുക്കിൽ വളരെ ഡെപ്തിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് പ്രൊജക്ടൈൽ മോഷനും യൂണിഫോം സർക്കുലർ മോഷനും. അറിഞ്ഞിരിക്കണം, ദീസ് 2 ആർ ദ എക്സാമ്പിൾസ് ഫോർ 2-dimensional മോഷൻ ഓർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഏതാ? സ്കേലാസും വെക്ടേഴ്സും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, സ്കേലാസ്. What do you mean by a scalar quantity? The definition: physical quantities which have magnitude only, no direction is called scalars. ഇപ്പോൾ സ്കേലാറിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാസ് ഓഫ് മൈ ബോഡി 10 കിലോഗ്രാം. നിങ്ങൾ യൂണിറ്റ്സ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ക്വാണ്ടിറ്റി Q ഈസ് ഈക്വൽ NU. ഇപ്പോൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, പിന്നെ ഒരു യൂണിറ്റും ഉണ്ട്. ഈ 10 കിലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദാറ്റ് 10 ആണ് എന്ത്? മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞാൽ തന്നെ നമുക്ക് വെൽ പിക്ചർ കിട്ടി ക്വാണ്ടിറ്റിയെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കാൾഡ് സ്കേലാർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിമ്പിൾ നോക്കൂ നിങ്ങൾ. മാസ് ഒരു എക്സാമ്പിളാണ്. മാസ് എക്സാമ്പിൾ ഫോർ സ്കേലാർ ക്വാണ്ടിറ്റി മാസ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം, വാട്ട് യു വിൽ ഗെറ്റ്? 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം, നോ ഡൗട്ട് ഇറ്റ് ഈസ് 7 കിലോഗ്രാം ആണല്ലോ. അതായത് സ്കേലാസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡിനറി ആൾജിബ്ര ഉപയോഗിക്കാം. ഓൾവേസ് 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം 7 കിലോഗ്രാം. അതിപ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും പാകിസ്ഥാനിലായാലും എവിടെ പോയാലും 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം ഈ 7 കിലോഗ്രാം യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ ആ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൻ്റെ മാസിന് ഒരു ഡയറക്ഷനും നമ്മൾ പറയാറില്ല. നോ അസോസിയേറ്റഡ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? ഞാൻ ജസ്റ്റ് പറയുകയാണ്, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഡയറക്ഷൻ ഇൻ അഡീഷൻ ടു ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ്. അതായത് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, അതിന് പുറമെ ഡയറക്ഷൻ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, വാട്ട് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓൺലി, നോ ഡയറക്ഷൻ ഈസ് കാൾഡ് സ്കേലാർസ്. എക്സാമ്പിൾ: മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, പ്രഷർ, വർക്ക്, എനർജി, പവർ, എക്സെട്ര. സോ മെനി എക്സാമ്പിൾസ് ആർ ദർ. ചാർജ്, ഇലക്ട്രിക് ചാർജ് കേട്ടില്ലേ? ഇലക്ട്രിക് ചാർജ്. ഇതെല്ലാം എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ സ്കേലാറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കറണ്ട് സ്കേലാറാണോ വെക്ടറാണോ? കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് സ്കേലാറാണോ വെക്ടറാണോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ഇങ്ങനെ വന്നു. നോക്കൂ, ഇവിടെയാണ് 3 ആംപിയർ കറണ്ട് വരുന്നു, ഇവിടെയാണ് 4 ആംപിയർ കറണ്ട് വരുന്നു. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ, ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. ഈ 2 കറണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇങ്ങനെ വന്ന കറണ്ടും ഇങ്ങനെ കറണ്ടും, എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എത്രയായിട്ടാണ് മാറുക? 3 ആംപിയർ പ്ലസ് 4 ആംപിയർ. നിങ്ങൾ പറയൂ, കമാൺ. നോ ഡൗട്ട് ഇറ്റ് ഈസ് 7 ആംപിയർ. 7 ആംപിയർ. എന്തായാലും മനസ്സിലായത്? കറണ്ട് വരുന്ന ഡയറക്ഷനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇതിപ്പോൾ ഞാൻ ഈ വരച്ച ഫിഗറിൽ നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 3 ആംപിയർ പ്ലസ് 4 ആംപിയർ 7 ആംപിയറാണ്. ഇനി ഞാനൊരു കാര്യം ചെയ്തു, ഈ ആംഗിൾ മാറ്റി, അതായത് 30 ഡിഗ്രി ആക്കി. എഗെയിൻ ഇവിടുന്ന് 3 ആംപിയർ വന്നു. 3 ആംപിയർ പ്ലസ് 4 ആംപിയർ ഈസ് എഗെയിൻ 7 ആംപിയർ. അല്ല, എന്താ മനസ്സിലായത്? കറണ്ട് ഈസ് എ സ്കേലാർ. അതായത് കറണ്ടുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്ന ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് വെക്ടർ അഡീഷൻ ആവശ്യമില്ലെന്ന്. സോ ഓർമ്മിച്ച് വെച്ചോളൂ, ഞാൻ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു തന്നു. അതിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ വേറെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വേറൊരാളാണ് നമുക്ക് പ്രഷർ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ ഞാൻ കുറേ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നു. ആ ലിക്വിഡിന് മുകളിൽ ഞാനൊരു പിസ്റ്റൺ വെക്കുന്നു. ആ പിസ്റ്റണ് ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് പിടിച്ച് അമർത്തുന്നു. എ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദിസ് പിസ്റ്റൺ.
വാട്ട് ഹാപ്പൻസ്? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും ഞാൻ താഴേക്ക് അമർത്തിയാൽ പ്രഷർ താഴെ മാത്രമാണോ വരിക? പ്രഷർ അല്ല. എന്താ ഉണ്ടാവുമെന്ന് അറിയോ? പ്രഷർ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നു. ഈ വാളിലും ഉണ്ടായിരിക്കും, അതുപോലെ ഈ ബേസിലും ഉണ്ടായിരിക്കും. അതായത് പ്രഷറിൻ്റെ പ്രശ്നം, പ്രഷറിനൊരു ഡയറക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു യൂണിഫൈഡ് ഡയറക്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള രണ്ട് ക്വാണ്ടിറ്റീസാണ് ഈ സെക്ഷനിൽ വരുന്നത്. ഒന്ന് ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ ഏത് പ്രഷറും. ഓർമ്മിക്കുക, ഇലക്ട്രിക് കറണ്ട് ആൻഡ് പ്രഷർ ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ്. നോ അസോസിയേറ്റഡ് ഡയറക്ഷൻ വിത്ത് ദാറ്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എന്താണ് സ്കേലാർസ് എന്ന് പറഞ്ഞു. വെക്ടറിലോട്ട് പോകാം. വാട്ട് ഡു യു മെൻ ബൈ വെക്ടർ? Physical quantities which have direction in addition to the magnitude and unit. That is, quantities having both magnitude and direction are called vectors. ഞാൻ ചോദിക്കാം, എക്സാമ്പിൾ നിങ്ങൾ പറയൂ. വെക്ടറിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്ടർ. വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ്, ഒരുപാട് ക്വാണ്ടിറ്റീസ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഹയർ ഇതിലേക്ക് പോകുമ്പോൾ, അതായത് റൊട്ടേഷണൽ മോഷനിലേക്കൊക്കെ വരുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം, ടോർക്ക്, ആംഗുലാർ ഇമ്പൾസ്, അതെല്ലാം വെക്ടറാ. അതുപോലെ സെക്കൻഡ് ഇയറിലോട്ട് പോയാൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് നമുക്ക് ഓർഡിനറി ആൾജിബ്ര യൂസ് ചെയ്യാൻ പറ്റില്ല ആഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇപ്പോൾ ഒരാളുടെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. 3 ന്യൂട്ടനും 4 ന്യൂട്ടനും ഒരുമിച്ച് ആക്ട് ചെയ്തു, ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്തു. 3 ന്യൂട്ടനും 4 ന്യൂട്ടനും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നു, രണ്ട് ഫോഴ്സ്, 3 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ. ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ? കമോൺ, 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ എത്രയാ? യെസ്, 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ, കമോൺ, 7 ന്യൂട്ടൺ. റൈറ്റ്, 7 ന്യൂട്ടൺ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, ഈ 4 ഇങ്ങോട്ടാക്കി, തിരിച്ചാക്കി. Then what is 3 Newton plus 4 Newton? They are acting opposite. നിങ്ങൾ പറ, എന്താ ആൻസർ? ഇറ്റ് ഈസ് ഓൺലി 1 ന്യൂട്ടൺ. കാരണം വലുത് 4ഉം ചെറുത് 3യുമാണ്. 4 - 3 1. എന്നാൽ ഞാൻ വേറെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ, 3 ന്യൂട്ടൺ ഇങ്ങോട്ട്, 4 ന്യൂട്ടൺ ഇവിടേക്ക് താഴേക്ക് പിടിച്ച് വലിച്ചു. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി? 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ. എന്തുണ്ടാവും അറിയോ? നിങ്ങളിതാ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിനെ പാരലോഗ്രാം എന്നാ പറയുക, ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ പൈത്തഗോറസ് തിയറം പ്രകാരം √3² + 4² ഇത് 5 ന്യൂട്ടനായിട്ടാണ് വരിക. അപ്പോൾ 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ എന്തും വരാം, 5ഉം വരാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 3 കിലോഗ്രാം പ്ലസ് 4 കിലോഗ്രാം ഈസ് ഓൾവേസ് 7 കിലോഗ്രാം. ഉറപ്പാണല്ലോ. പക്ഷേ 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ ഈസ് നോട്ട് ഓൾവേസ് 7 ന്യൂട്ടൺ. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 3 ന്യൂട്ടനും 4 ന്യൂട്ടനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തറിയണം? ആ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ ആഡ് ചെയ്യാൻ പറ്റൂ. 3 ന്യൂട്ടനും 4 ന്യൂട്ടനും ചേർന്ന് 7 വരാം, 1 വരാം, 5 വരാം. ജനറലായിട്ട് പറയുമ്പോൾ 7നും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ വരാം. 7ഉം വരാം, 1ഉം വരാം, അതിനിടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ വരാം. എന്താ കാരണം? while we are adding vectors we must define the direction. മാസുകളെ ആഡ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫോഴ്സ്, മൊമെൻറ്റം, ഇവരെയൊക്കെ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ ഡയറക്ഷനെ കുറിച്ച് ബോധേഡായിരിക്കണം. സോ വാട്ട് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ഹാവിങ്, കമോൺ, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കാൾഡ് വെക്ടേഴ്സ്. ഓക്കെ, മറന്നു പോരുത്. ഡെഫിനിഷൻ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ദാ സ്കേലാറിൻ്റെ ഡെഫിനിഷൻ, വെക്ടറിൻ്റെ ഡെഫിനിഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. ആക്ച്വലി അത് സിലബസിലില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങളിനി റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ പരിചയപ്പെടും. ആരാ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അയാളെ നമ്മൾ വിളിക്കുന്ന പേര് ടെൻസർ എന്നാണ്. സ്കേലാർ പറഞ്ഞു, വെക്ടർ പറഞ്ഞു, ഒരെണ്ണം കൂടെ ഉണ്ടെന്ന്, ടെൻസർ. TENSOR, ടെൻസർ. എന്താ ടെൻസർ എന്ന് പറഞ്ഞാൽ? ടെൻസർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, രണ്ടും ഉണ്ട്. പക്ഷേ ഈവൻ ദോ വി കാൺട്ട് ഡിഫൈൻ ദാറ്റ് ക്വാണ്ടിറ്റി കംപ്ലീറ്റ്ലി, വി നീഡ് സം മോർ പാരാമീറ്റേഴ്സ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ബട്ട് ടു ഡിഫൈൻ ദാറ്റ് ക്വാണ്ടിറ്റി വി നീഡ് സം മോർ പാരാമീറ്റേഴ്സ്. ദേ ആർ കോൾഡ് ടെൻസേഴ്സ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് NCERT ബുക്കിൽ നിങ്ങൾ കാണാം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് എൻ എക്സാമ്പിൾ കേട്ടോ. അതായത് ചില ക്വാണ്ടിറ്റീസിന്
മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ പോലും അവരെ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ അപ്ലിക്കേഷൻ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് സം മോർ പാരാമീറ്റേഴ്സ്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ടെൻസർ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ശരിക്കും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട്: സ്കേലാർ, വെക്ടർ ആൻഡ് ടെൻസർ. അതിൽ നമ്മളിവിടെ മെയിൻലി നമ്മുടെ ഫോക്കസ് സ്കേലാറും അതുപോലെ തന്നെ വെക്ടറുമാണ്. ടെൻസർ നിങ്ങൾ വരും ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സ്കേലാർ ആൻഡ് വെക്ടേഴ്സ്. ദെൻ എങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടേഴ്സ്, റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ, ഒരു ഗിവൺ വെക്ടർ. നോക്കൂ, ഇതാ ഒരു വെക്ടർ എ. Usually a vector represented by that letter then an arrow mark, small arrow mark. NCERT ബുക്കിൽ ബോൾഡ് ഫേസ് ലെറ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കത് ബോൾഡ് ഫേസ് ലെറ്റർ ആയിട്ട് എഴുതാന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ദാറ്റ്സ് വൈ നമ്മൾ ചെയ്യുന്ന കാര്യം യു റൈറ്റ് ദ ലെറ്റർ ആൻഡ് ദെൻ യു പുട്ട് an arrow mark like this. While we are representing like this length is a measure of magnitude of the quantity. Length is a measure of മാഗ്നിറ്റ്യൂഡ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ 5 ആണ് ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി. ആൻഡ് ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ആ ഡയറക്ഷനാണ് ഈ ആരോ മാർക്ക്. സോ റിമെമ്പർ, എ വെക്ടർ ഈസ് റെപ്രസെൻറ്റഡ് by a straight line with an arrow mark. The length of the line is a measure of magnitude of the physical quantity and arrow mark represent direction. Clear അല്ലേ? Then നോക്കൂ, ഈ ഇതിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. See this point, it is called tail of the vector. Tail of the vector. ഞാനിവിടെ O എന്ന് മാർക്ക് ചെയ്യാം. O. ദെൻ ഇതാ ഈ ടിപ്പ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഹെഡ് ഓഫ് ദ വെക്ടർ എന്ന് പറയും. ഞാനിവിടെ പി എന്ന് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ വെക്ടറാണ് എ എങ്കിൽ വെക്ടർ എ നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. സോ വെക്ടർ എ ഈസ് ഈക്വൽ ടു ദാറ്റ് ലെങ്ത് ഒ പി, വെക്ടർ ഒ പി. മനസ്സിലായോ? സോ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആരോ മാർക്ക് റെപ്രസെൻറ്റ് ഡയറക്ഷൻ. ഇനി രണ്ട് വെക്ടറുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നോക്കണം. ഇതാ ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു, ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് ഇതാ ഈ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിളാണ്. ഹിയർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതാ ഒരു വെക്ടർ ഇങ്ങനെ വന്നു, ഒരു വെക്ടർ ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കൂ, ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു, ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ അല്ല. കാരണം നോക്കൂ, ഈ ആരോ മാർക്ക് ഇവിടേക്കും ഈ ആരോ മാർക്ക് ഇവിടേക്കും അല്ലേ. അങ്ങനെയല്ല ഓർമ്മിക്കുക. ഏതാണ് ആംഗിൾ? നിങ്ങളിതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ആ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നില്ലേ, അതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോ മാർക്കുകൾ തമ്മിലുള്ള ആംഗിളാണ് നോക്കേണ്ടത്, ലൈൻസ് തമ്മിലുള്ള ആംഗിൾ അല്ല. അപ്പോൾ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ കയറി ആൻസർ ചെയ്യും. അപ്പോൾ ഓർമ്മിക്കുക, ആരോ മാർക്ക് നോക്കണം. ഈ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. സോ representation of vector. A vector represented by a straight line with an arrow mark. The length of the line is a measure of magnitude and arrow mark represent direction. Okay?